വന്നു ഭവിക്കുന്ന ഒരു വിപത്തല്ല, അയാൾ ഒരുങ്ങിക്കാത്തിരിക്കുന്ന ഒരു യാത്രയുടെ ആരംഭമാണ്. ജഡത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുമുള്ള ആത്മാവിൻ്റെ വിടുതലാണ് വിശ്വാസിയുടെ മരണം. കാഹളധ്വനിയോടും ദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ആഗതനാകും. മധ്യാകാശത്തിൽ ശോഭിതമാം പ്രഭാതം പൊട്ടിവിടരും. ഭൂമിയിൽ രക്ഷ പ്രാപിച്ചിട്ടുള്ളവരെ യേശു പേറുവിളിച്ച് തന്നോട് ചേർക്കും. ആകയാൽ പ്രത്യാശ കൈവിടാതെ നമുക്ക് ധൈര്യപ്പെടാം. വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവ് കോട്ടയം ചെറിയപള്ളി ഇടവകയുടെ ഒരു സീനിയർ അംഗമാണ്. ഈ പള്ളിയോട് വളരെയധികം അടുത്ത് ഇടപഴകുകയും സജീവമായി ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുകയും രോഗാവസ്ഥയിലാകുന്നതിന് മുമ്പ് പള്ളിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വളരെ സജീവമായി സൃഷ്ടിക്കുന്ന പിതാവാണ്. കോട്ടയം ചെറിയപള്ളി മഹാ ഇടവകയുടെ അനുശോചനവും ആദരാഞ്ജലികളും ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ മൃതദേഹത്തിൽ ട്രസ്റ്റി ശ്രീ എ കെ മാത്യു ശോശമ്മ സമർപ്പിക്കുന്നതായിരുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇരിക്കുന്നവർ ദയവായിട്ട് എല്ലാവരും ഇച്ചിരി അകന്ന് നിൽക്കണം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ അകന്ന് ഇച്ചിരി അടുത്ത് നിൽക്കാതെ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇക്കാലം നമുക്കറിയാമല്ലോ, അനേകായിരങ്ങൾ അവരുടെ യൗവനത്തിലും അവരുടെ നല്ല പ്രായത്തിലും ഒക്കെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ലോകം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന. എന്നാൽ ഈ പിതാവിന് ഏതാണ്ട് 87 വയസ്സ് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അനുവാദവും അവസരവും ദൈവം നൽകി. ഇപ്പോൾ ദൈവഹിതമനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് തന്നെ വാങ്ങിപ്പോയി. നമ്മൾ പ്രത്യേക ഓർക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് മരണമില്ല. മരണമുള്ളതല്ല. മരണം നടക്കുന്നത് നമ്മൾ മാവുസാത്തൊട്ടിയിലാണ്. മാവുസാത്തൊട്ടി വെച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിക്ക് മരണമില്ല. പിന്നീടുള്ളതെന്ന് പറയുന്നത് നിത്യജീവിതമാണ്. അതുകൊണ്ട് ഇപ്പോൾ മരണം നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാര്യം ശരീരം വിടുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് മരണത്തെപ്പറ്റി ഭയമില്ലാതെ പ്രത്യാശയോട് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവഭവനത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യുക. അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും ഒക്കെ വളരെ കഴിയുന്ന ഒരു സമയമാണ്. എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നെത്തണം എന്നുള്ള
വാങ്ങിപ്പോകുന്ന ആത്മാവ് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം. അവനവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കും അവനവൻ്റെ സ്വന്തം ഭവനത്തിലേക്കും പോകുന്ന ഒരു ഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ഒരു വാങ്ങിപ്പോകുന്നതിലൂടെ. അതുകൊണ്ടായി പാടാൻ പോകുന്ന പാഠനാഥത്തിൽ നമ്മൾ പാടുന്നുണ്ട്, എൻ്റെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ദൈവഭവനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സന്തോഷിക്കും. അപ്പോൾ ഈ പിതാവ് ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ തന്നെ അദ്ദേഹത്തെ യാത്രയായി. കുറേയേറെ നാൾ അദ്ദേഹം രോഗാതുരനായിട്ട് വീട്ടിൽ ചികിത്സയിലൊക്കെ ആയിരിക്കും. ആ സമയങ്ങളിലൊക്കെ ഞാൻ പോയി ഭവനത്തിൽ പോയി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുടുംബം നന്നായി ഈ പിതാവിനെ പരിചരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു. മകൻ ഇവിടെ ഇല്ല എങ്കിലും ഈ കുടുംബം അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവ്വം വളരെ ഒരു വൈഭവമായ ഇതിൻ്റെ എല്ലാ കാര്യത്തിലും നൽകി പരിചരിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ വാങ്ങി. ദൈവം അതിനുള്ള അനുഗ്രഹവും ഒരുപാട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ. ദൈവത്തിൻ്റെ ഭവനത്തിൽ അവകാശവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളുടെ അവസാനിപ്പിക്കുന്നു. താൽക്കാലികമായ ഈ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ വേർപെട്ട ഈ വ്യർത്ഥലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുത്ഥാന ദിവസം വരെയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ വഴി നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. മൃതനെപ്പോൾ ഞാൻ വിസ്മൃതനായ ഹാലേലൂയ പാഴ്പാത്രം പോലായ ഞാൻ എടുക്കാൻ അവരൊത്തു ഹാലേലൂയ നാഥാ ശരണപ്പെട്ട് നിന്നിൽ പോലെ
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാതെ ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിൽ ഇരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയാരായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ ദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയ ചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. തിരുനാമ ഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ കർത്താവേ, ഈ ദാസന് നീ നൽകുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ ദാസന്റെ തെറ്റുകളെ നിന്റെ ദയവാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ ബലത്തെ ഈ ദാസന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ ദാസനെ ഉദ്ധരിച്ചുകൊള്ളണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിന്റെ ദാസന് കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായിയും ആയിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഈ ദാസൻ ആനന്ദിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ ആരാധകരായി ഞങ്ങൾ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസംഗം മുഴുവനോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. മുൻകൂടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസനുമായി നിങ്ങൾ എല്ലാവരും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മരണം പ്രാപിച്ചഴുകി പോയോ ലാസറിനെ കബറിൽ ചെയ്ത സൃഷ്ടാവിനാജ്ഞ ധ്വനിയോത്ഥാന മഹാദിവസേ വൃതനെ ചേർന്നു തലമുറകൾ വന്ന് തേടും സർവേശ നാളിൽ കാരുണ്യം ചെയ്യണം. പ്രാണപ്രദനല്ലോ നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ
സുഗന്ധധൂപം ഞങ്ങൾ നൽകുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്നായി വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാലത്തിലൂടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കളുടെ അദൃശ്യ കണ്ണിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിൽ ജീവനോട് പട്ടണത്തിൽ ചെന്നേരുവാൻ നിങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സന്നിധിയാക്കുകയും ചെയ്യണമേ. വസ്ത്രം നൽകീടും അവരെ രാജ്യത്തിലേറിവരും അവരാനന്ദത്തോടാടും വന്നേ യൗവനമൃതി കൈപ്പാൽ കഠിനതരം നാഥ നൽകണമാശ്വാസം. രക്ഷിക്കാ സ്നേഹിതനുതകീട ഏവം നിവിഭജനം പ്രിയയാൽ നിറവേറി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയും ുകളിന്നെല്ലാം സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. നിജമക്കൾ പേടിയ ആമൃതിപാനീയത്തിനു കൈപ്പേറും പാനം ചെയ്വാനാദാവേ ആത്മജരതു പുറയായി കൈമാറി. പാപം ചെയ്ത ചില ആളുകൾ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ രചിപ്പിക്കാനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ മരിച്ചവരെങ്ങനെ പുനരുദ്ധാനം ചെയ്യുന്നതിന് ശരീരത്തോടെ വരുമെന്നും ചോദിച്ചേക്കാം. പോഷ നീ വിതയ്ക്കുന്നതിന് ക്ഷയിക്കുന്നില്ല, മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നതുണ്ടാകാൻ പോകുന്ന ശരീരമല്ല. ഗോതമ്പുകളുടെ യോഗത്തിൻ്റെയോ മറ്റു വ്യക്തിയുടെ വെറും മണിയത്രേ. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഇതിനു അദ്ദേഹത്തിൻ്റെ ശരീരം നൽകപ്പെടുന്നു. എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യൻ്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം
നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെ തേജവുമായിരിക്കുന്നു. അപ്രകാരം തന്നെയാകുന്നു സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയെ വിധിക്കപ്പെടുന്നു, അനശ്വരതയെ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിധിക്കപ്പെടുന്നു, ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിധിക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിധിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ആഹായേ പാർക്കും. വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിക്കണേ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും കന്യകമറിയാമിൽ നിന്നും ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവേ അപ്രകാരം തന്നെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിക്കുവാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടെയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ എന്ന് ഏറ്റുകൊള്ളണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവവുമായ മിശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്
അരുളി ചെയ്തവനായ മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആഗൽ പെറുസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവെ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ പിതാവിന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം ക്രിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലണം. ശവസംസ്കാര ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനിയുള്ളത്. ഇതിൽ നടത്തുന്ന ശവസംസ്കാര കർമ്മം യഥാർത്ഥത്തിൽ ഇനിയുള്ളതാണ്. ഇപ്പോൾ ബന്ധപ്പെട്ടവരെങ്കിലും മുന്നോട്ട് വന്ന് കുഴിക്കാണം സമർപ്പിക്കും. അതിനുശേഷം ശ്വാസപ്പാടുണ്ട് ഈ ശിരസ് മൂടും. ശിരസ് മൂടിയതിനു ശേഷം മൃതദേഹത്തിൽ തൈലമൊഴിച്ച് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ മൃതദേഹത്തിൽ മണ്ണിട്ടും പ്രാർത്ഥിക്കും. ഇതാണ് ഈ നടക്കുന്ന ശുശ്രൂഷ. നമുക്ക് നമ്മൾ ഈ പിതാവിൻ്റെ മുഖം ശോശപ്പാവ് കൊണ്ട് മൂടുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഇനിയും ഈ മുഖം നമുക്ക് കാണാനുള്ളത്. ഈ ലോകത്തിൽ നിന്ന് മാത്രമേ ഈ മുഖം മറക്കപ്പെടുന്നുള്ളൂ. ഇതിനപ്പുറത്ത് ചെല്ലുമ്പോഴും കാണാം. ഇങ്ങനെയാണല്ലോ നമ്മൾ പാടുന്നത്, വി ഷാൽ മീറ്റ് അഗെയിൻ, വി ഷാൽ മീറ്റ് ഇൻ ദ ബ്യൂട്ടിഫുൾ ഷോ. ആ മനോഹര തീരത്ത് നമ്മൾ ഇനി കാണുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയും കാണാവുന്ന പ്രത്യാശയോടെയാണ് ഈ മുഖം മൂടുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഈ പിതാവിനെ യാത്ര ചെയ്യാം. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ പിതാവിനെ കാൽപ്പനിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഈ പിതാവിന് അയച്ചു കൊടുക്കണമേ. ഈ പിതാവിന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിൽ നിന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഈ പിതാവ് രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോട് കൂടെയുള്ള ആനന്ദത്തിലേക്ക് ഈ പിതാവിനെ ആനയിക്കുകയും ചെയ്യണമേ. ഈ പിതാവ് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രകാരം കർത്താവേ, ഇതാ നിന്റെ തിരുവിഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു.
ഒരു നിമിഷം കൊണ്ടുടയോ നീ മൃതരെ ജീവിപ്പിക്കും നിൻപരമതികൂലം നിങ്ങളുടെയോ അനാഥരായിരം മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും ശോഭകളാക്കും പ്രാപ്തികൾ കുലയൂതും അവകാശി വരിക ഇതിഹാസകനേ പ്രാണപ്രദദേവ വന്ദനമീശോ രക്ഷാദായകനേ ആപൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃസ്നേഹമാകട്ടെ സഭയും സുതരും പിതൃസുതരൂഹായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി ഇനിയും വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം ഞങ്ങൾ നിനക്ക് കരയേറ്റുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിക്കുന്നതുമായ ദൈവത്തിന്റെ കുഞ്ഞോടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലതുഭാഗത്ത് മോശത്തോടെ ഇരിക്കുന്നവനെ ദേവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ കാലവും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നെ ഏറ്റവും വാഴ്ത്തപ്പെടും നിശ്ചയവുമായ നിന്റെ വിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. നിനക്ക് വേഗപുത്രനും ജീവനുള്ള സർവ്വഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കുമ്പോൾ
തന്നധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരല്ലകിലം ചേരും മുഴുവനും നാശം കൂടാതെ വിതേക്കും സ്തുത്യം മാർത്താമറിയാം തൻ സോദരനാകും ലോകോ സർജീന്യം നാലും ജീവൻ കൽപ്പിച്ചോൺ നീജെന്നപ്പോഴായിരോ സുതജീവിച്ചോൾ മൃതരത്തിൽ ജീവിക്കും നിന്ന വനത്താൽ മൃസങ്കേതി മൺമയനാമാതമോടായി നിയമം തള്ളിയ മൺമയനീകേവി കേട്ട നിയമതിയും ജീവനമേകീടും ദൈവികമാം മലപാകത്തു നിലകൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ. മക്കളിലപ്പൻ കൃപതയോടെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം ക്രോധിയും വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശുഭഹോല ബോലബ്രോവൽ റൂഹാദീശോ ശരണത്താലേ നിൻ കൃപയിൽ ശരീരം ഭക്ഷി പോകാൻ വീടില്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ സകല ഭാഗ്യപ്പോരുടെയും ആത്മാക്കളെയും പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് ഇന്ന് വേർപിരിഞ്ഞിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിനെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ബലഹീനതയുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ നമസ്കാരങ്ങളോ അപേക്ഷകളും
സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആബോ അവരോ റോഹോ കാദീശോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന്റെ മേലും ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. നമസ്കാര ശുശ്രൂഷ പൂർണ്ണമായിരിക്കും.